വഖദ് ജഅല അൻ-നബിയ്യു അൽ-ജഹ്ല ദാഅൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അൽ ജഹ്ല് അറിവില്ലായ്മ എന്നുള്ള രോഗമാണ്. വജഅല ദവാഅഹു സുആലൽ ഉലമാ. അതിനുള്ള മരുന്ന് എന്താണ്? ഉലമാക്കളോട് ചോദിക്കലാണ്. നമുക്ക് അറിവില്ല എങ്കിൽ, നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അതൊരു രോഗമാണ്. അതിനുള്ള പരിഹാരം എന്താണ്? അത് ഉലമാക്കളോട് അതിനെക്കുറിച്ച് ചോദിച്ചറിയുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് അറിവുള്ള പണ്ഡിതന്മാരോട് ചോദിച്ചറിയുക എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണമായിട്ട് ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് നടന്ന ഒരു സംഭവം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് കൊടുക്കുകയാണ്. അബൂ ദാവൂദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. من حديث جابر بن عبد الله رضي الله عنه قال. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, خرجنا في سفر. ഞങ്ങൾ ഒരു യാത്രയിൽ പുറപ്പെട്ടു. فأصاب رجلا منا حجر فشجه في رأسه. അതിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് തലയിൽ ഒരു കല്ലോ മറ്റോ കൊണ്ട് ഒരു മുറിയുണ്ടായി. അതിൽ മുറിയായി, പിന്നെ രക്തമൊലിക്കുന്നുണ്ട്. ثم احتلم. പിന്നീട് അവൻ വലിയ അശുദ്ധിക്കാരനായി. فسأل أصحابه فقال هل تجدون لي رخصة في التيمم. അപ്പോ വലിയ ശുദ്ധിക്കാരനായിട്ടുണ്ട്, ഇഹ്തിലാം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് വേണം? കുളിക്കണം, ശുദ്ധിയാവണം. അപ്പൊ തലയിലാണെങ്കിൽ മുറിയായിട്ട് രക്തമൊലിക്കുന്നുണ്ട്. അപ്പോ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളോട് ചോദിച്ചു, അറിവില്ലാത്ത ആളുകളാണ്, അവരോട് ചോദിച്ചു, എനിക്ക് തയമ്മൂൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എനിക്ക് തയമ്മൂൻ ചെയ്യാൻ പറ്റുമോ? വെള്ളമില്ലാത്തപ്പോൾ ചെയ്യുന്ന പോലെ തയമ്മൂൻ ചെയ്യാൻ പറ്റുമോ? ഖാലു മാ നജിദു ലക റുഖ്സതൻ. അറിവില്ലാത്ത ആളുകൾ പറഞ്ഞു, ഞങ്ങൾ നിനക്ക് റുഖ്സ കാണുന്നില്ല. വഅൻത തഖദിറു അലൽ മാ. ഇവിടെ വെള്ളം നിനക്ക് ലഭിക്കുന്നുണ്ട്, അപ്പൊ നീ കുളിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞു. ഫഗ്തസല ഫമാത. അയാൾ രക്തമൊലിക്കുന്ന മുറിവുണ്ടായിരിക്കെ തന്നെ കുളിക്കുകയും അത് കാരണത്താൽ മരണപ്പെടുകയും ചെയ്തു. ഫലമ്മാ ഖദിംനാ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖ്ബിറ ബിദാലിക്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ എത്തിയപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ അറിയിച്ചു. ഫഖാല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖതലൂഹു ഖതലഹുമുല്ലാഹ്. അവർ അവനെ കൊന്നു, അവരെ അല്ലാഹു നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. അലാ സഅലൂ ഇദ് ലം യഅലമൂ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്കത് ചോദിച്ചുകൂടെ? ഫഇന്നമാ ശിഫാഉൽ അയ്യി അസ്സുആൽ. അറിവില്ലായ്മക്കുള്ള ശിഫാ എന്ന് പറഞ്ഞാൽ ചോദിക്കലാണ്. ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിവില്ല എങ്കിൽ അതിനുള്ള പരിഹാരം ഉലമാക്കളോട് ചോദിക്കലാണ്. ഇന്നമാ കാന യക്ഫീഹി അൻ യതയമ്മമ വയഅ്തിറ ഔ യഅ്തിബ അലാ ജർഹിഹി ഖർഖതൻ. അവന്റെ മുറിയുള്ള ഭാഗത്ത് എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് അവൻ എന്ത് ചെയ്താൽ മതി? തയമ്മും ചെയ്താൽ മതി. സുമ്മ യംസഹ് അലൈഹ. അതിന്റെ മേലെ തടവിയാൽ മതി. വയഗ്സില സായിറ ജസദിഹി. ബാക്കിയുള്ള ഭാഗത്ത് അവൻ കുളിച്ചാലും മതിയായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുക. അപ്പോ അറിവില്ലാതെ ഒരു കാര്യത്തിൽ അകപ്പെടുക എന്നുള്ളത് ജഹ്ലാണ്. ഫഅഖ്ബറ അന്നൽ ജഹ്ല ദാഉൻ വഅന്ന ശിഫാഅ അസ്സുആലു. അറിവില്ലായ്മക്കുള്ള പരിഹാരം ചോദിക്കുക എന്നുള്ളതാണ്.